പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഷെക്കീന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു വചന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആഗതമാകുന്ന പെന്തക്കോസ്ത് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ നേരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പെന്തക്കോസ്ത് തിരുനാളിന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരിക്കും. പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ തിമോഥെയോസിനോട് ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരത്തെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് തിരുനാളിൽ സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നിറയപ്പെടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, നമ്മൾ മാമോദീസയിലൂടെ ശരീരലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉജ്ജ്വലനം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയപ്പെട്ട് ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ആ ഒരു കൃപയാണ് പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത് തിരുനാളിൽ നമ്മൾ ചോദിച്ച് മേടിക്കേണ്ടത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നിറയാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ദൈവിക വരത്തെ എങ്ങനെയാണ് നമുക്ക് ഉജ്ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നമ്മിൽ നടക്കണമെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമുക്ക് കുദാശകൾ നമ്മൾ സ്വീകരിക്കണം, ദൈവവചനം നമ്മൾ വായിക്കണം, വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് പാപമോചനമാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ പെന്തക്കോസ്ത് തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവരുടെ ജീവിതത്തിൽ വന്ന അത്ഭുതങ്ങൾ, മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ അത് നമുക്ക് വ്യക്തമായിട്ട് വിവരിച്ചു തരുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉജ്ജ്വലനം നടക്കണമെങ്കിൽ അനുതാപം, പാപമോചനം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പാപമോചനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഉദാശകളിലൂടെ, വചനത്തിലൂടെ, മറ്റു വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയൊക്കെയുള്ള ഈ പരിശുദ്ധാത്മാവിൻ്റെ ഉജ്ജ്വലനം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവിക വരത്തെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റുചൊല്ലുന്ന ഒരു വിശ്വാസ സത്യമാണ്, പാപങ്ങളുടെ മോചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. അപ്പം പെന്തക്കോസ്ത് തിരുനാളിന് ഒരുങ്ങുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ഈ ഒരു ബോധ്യം ശക്തമായിട്ടുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ നിമിഷവും നയിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടണമെങ്കിൽ, നമുക്ക് ലഭിച്ച ദൈവിക വരത്തെ ഉജ്ജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പാപമോചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. അപ്പോൾ പാപമോചനം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? പാപമോചനം നമുക്ക് ലഭിക്കുക എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്കറിയാം, പാപങ്ങളുടെ മോചനം നമുക്ക് ലഭിക്കുക കൂദാശകളിലൂടെയാണ്. ഏതൊക്കെ കൂദാശകളിലൂടെയാണ് സ്നേഹമുള്ളവരെ നമുക്ക് പാപമോചനം ലഭിക്കുക? നമുക്കറിയാം, പാപമോചനം നമുക്ക് നൽകുന്ന പ്രത്യേകമായിട്ടുള്ള കൂദാശകൾ: 1 മാമോദീസ, 2 വിശുദ്ധ കുമ്പസാരം, 3-ാമത്തേത് വിശുദ്ധ കുർബാന. മാമോദീസ നമുക്കറിയാം. മാമോദീസ എന്ന കൂദാശ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്: ഉത്ഭവപാപത്തിൽ നിന്നും, കർമ്മപാപം ഉണ്ടെങ്കിൽ കർമ്മപാപത്തിൽ നിന്നും മോചനം നൽകുന്ന കൂദാശയാണ് മാമോദീസ.
ഒരാൾ മാമോദീസ സ്വീകരിക്കുമ്പോഴും നമുക്കറിയാം ഉത്ഭവപാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു, ഒപ്പം കർമ്മ പാപങ്ങളിൽ നിന്നും ആൾക്ക് മോചനം ലഭിക്കുന്നു. മാമോദിക്ക് ശേഷം നമ്മൾ കർമ്മപാപം ചെയ്യുമ്പോൾ മാരകപാപം, ലഘുപാപം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മോചനം നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. ഇനി ലഘുപാപങ്ങൾ, അത് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഏറ്റുപറയുന്നത് പലർക്കുള്ളൊരു സംശയമാണ്, ലഘുപാപങ്ങൾ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയണമോ എന്നുള്ളത്. ലഘുപാപങ്ങൾ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിനർത്ഥം കുമ്പസാരത്തിൽ ഏറ്റു പറയണ്ട എന്നല്ല, മറിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ലഘുപാപങ്ങൾക്ക് നമുക്ക് മോചനം ലഭിക്കുന്നുണ്ട്. ഏത് വിശുദ്ധ കുർബാന ക്രമം എടുത്താലും കത്തോലിക്ക സഭയിലെ 24 റീത്തുകളിൽ ഏത് വിശുദ്ധ കുർബാന ക്രമം എടുത്ത് നോക്കിയാലും അതിലൊക്കെ പാപമോചനത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് എല്ലാ കുർബാനയിലും കാണാനായിട്ട് സാധിക്കും. സിറോ മലബാർ ശുശ്രൂഷയിൽ തന്നെ നമുക്കറിയാം അനുതാപ ശുശ്രൂഷ. വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ കാരുണ്യത്തിനൊത്തനോട് കരുണ തോന്നണമേ, ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗം, ദാസരുടെ പാപങ്ങൾ അപരാധങ്ങൾ ക്ഷമിക്കണം എന്നുള്ള പ്രാർത്ഥന, അതൊക്കെ സിറോ മലബാർ സഭയിലെ അനുതാപ ശുശ്രൂഷയിലെ ഭാഗമാണ്. ലത്തീൻ കുർബാനയിൽ നമുക്കറിയാം വിശുദ്ധ കുർബാനയുടെ ആമുഖത്തിൽ നമ്മൾ കുമ്പസാരത്തിലുള്ള ജപം ഏറ്റു ചൊല്ലിക്കൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ. ഏത് കുർബാനയിലായാലും അനുതാപ ശുശ്രൂഷയുണ്ട്. അപ്പോൾ ലഘുഭാവങ്ങൾ വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ മോചിക്കപ്പെടുന്നുണ്ട്. അതിനർത്ഥം ലഘുഭാവങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റു പറയണ്ട എന്നല്ല, അത് കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നത് നല്ലതാണ്. കാരണം എന്താണ്? കുമ്പസാരം എന്ന കൂദാശ അതിൻ്റെ നിർവചനം നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ചാൽ അത് മനസ്സിലാവും നമുക്ക്. പാപങ്ങൾക്ക് മോചനവും ഒപ്പം വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കൂടി നൽകുന്ന കൂദാശയാണ് കുമ്പസാരം എന്നുള്ള കൂദാശ. അപ്പം അതുകൊണ്ട് ലഘുപാപങ്ങൾ കൂടി നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നത് എപ്പോഴും നല്ലതാണ്. രണ്ടാമതായി നമ്മൾ എന്തിനാണ് ലഘുപാപങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ഉജ്ജ്വലനം നമ്മിൽ നടക്കുന്നത് ദൈവിക കൃപയിൽ നമ്മൾ വളരുമ്പോഴാണ്. അല്ല, ദൈവിക കൃപ നമ്മിൽ കൂടുതലായി വളരുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നമ്മൾ നിറയപ്പെടുന്നത് പാപമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ലഘുപാപങ്ങൾ പോലും നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ ആത്മാവിൻ്റെ ഉജ്ജ്വലനം തീവ്രമായിട്ട് നമ്മിൽ നടക്കും. വിശുദ്ധിയിൽ വളരാൻ നമുക്ക് സാധിക്കും. പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ലഘുപാപങ്ങൾ പോലും കുമ്പസാരത്തിൽ പറയുന്നത് എപ്പോഴും നല്ലതാണ്. കുമ്പസാരത്തിലൂടെ കുർബാനയിലൂടെ അതിനുള്ള പാപമോചനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം മെയ് 17-ാം തീയതി അമേരിക്കയെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് വാഷിങ്ടൺ DC-യിൽ അമേരിക്കയെ ദൈവത്തിന് പുനഃപ്രതിഷ്ഠിക്കുന്ന ഒരു പ്രാർത്ഥന ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ആത്മീയ നേതാക്കൾ, ബിഷപ്പുമാർ, രാഷ്ട്രപ്രമുഖർ, അതുപോലെ തന്നെ അൽമായ വിശ്വാസികൾ ഒത്തിരി പേര് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ, ആ ശുശ്രൂഷയിൽ സന്ദേശം നൽകിയ ചോസൺ എന്നുള്ള ആ പരമ്പരയിൽ യേശുവായിട്ട് അഭിനയിച്ച ജോനാഥൻ റൂമി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ഇന്ന് ഒത്തിരി വൈറലായിരിക്കുകയാണ്. ജോനാഥൻ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളാരും 1 മിനിറ്റിന് ഇൻ്റർനെറ്റിന് $2 നൽകിക്കൊണ്ട് AI-യിലെ യേശുവുമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിന് മുമ്പിൽ വന്ന് മുട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് വാതിൽ തുറന്നു കൊടുത്താൽ മതി, ആ യേശുവുമായി നിങ്ങൾക്ക് സംവദിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ജോനാഥൻ റൂമി കൂട്ടിച്ചേർക്കുകയാണ്, പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഹൃദയത്തിൽ ഭാരം അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പോയി കുമ്പസാരിക്കുക, അനുദപിക്കുക. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ നമ്മുടെ ഇപ്രകാരം പറയുന്നു: ഇതാ ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് ഞങ്ങൾ ഒരുമിച്ച് അവനോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഓരോ കുമ്പസാരിക്കാനുള്ള ഓരോ ആഹ്വാനവും ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്നു മുട്ടുന്ന അനുഭവമാണ്. നമ്മൾ വാതിൽ തുറന്നു കൊടുത്താൽ, യഥാർത്ഥ അനുതാപത്തോടെ നമ്മൾ കുമ്പസാരിച്ചാൽ, ഈശോ മാത്രമല്ല, പ്രത്യേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അതുകൊണ്ട് പറയുന്നത്
ഞാൻ വാതിൽ തുറന്ന് ഞങ്ങൾ വന്ന് അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. തൃത്വൈക ദൈവത്തിൻ്റെ വലിയ അനുഭവം നമുക്ക് നൽകുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ. അപ്പം നമുക്കൊന്ന് ആത്മശോധന ചെയ്യും. അത് പ്രത്യേകിച്ച് നമ്മൾ പെന്തക്കോസ്ത് തിരുനാളായിട്ട് ഒരുങ്ങുമ്പോൾ, പെന്തക്കോസ്ത് തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ കുമ്പസാരം എന്ന ശുശ്രൂഷയെ ഞാൻ എങ്ങനെ കാണുന്നു? വേണ്ടത്ര ഒരുങ്ങി കുമ്പസാരിക്കുന്നുണ്ടോ? യോഗ്യതയോടു കൂടിയാണോ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? വിശുദ്ധ കുമ്പസാരം എന്ന കുദാശ വലിയൊരു ഡെലിവറൻസ് ശുശ്രൂഷ കൂടിയാണ്. ആത്മാർത്ഥമായി ഒരുങ്ങി നമ്മൾ കുമ്പസാരിക്കുമ്പോൾ വലിയ ഡെലിവറൻസ്, വലിയ വിടുതൽ അവിടെ നടക്കുകയാണ്. അപ്പം നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ കുമ്പസാരങ്ങൾ എപ്രകാരമുള്ളതാണ്? എല്ലാവരും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, അതുപോലെ ഞാനും പോയി കുർബാന സ്വീകരിക്കുന്ന ഒരു പതിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? അപ്പോസ്തലന്മാർ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത് അവരാണെന്ന് നമുക്കറിയാം. യൂദാസ് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. വിശുദ്ധ കുർബാന സ്വീകരിച്ച യൂദാസാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. വിശുദ്ധ കുർബാന സ്വീകരിച്ച പത്രോസാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. യോഹന്നാൻ ഒഴികെ മറ്റ് ശിഷ്യന്മാരാരും കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അവരെല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിച്ചവരാണ്. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം ഈശോ എന്നിലേക്ക് വരണം എന്നില്ല, എനിക്ക് കൃപകൾ ലഭിക്കണമെന്നില്ല, എന്നിൽ ദൈവിക വരം ഉജ്ജ്വലിപ്പിക്കപ്പെടണമെന്നില്ല. പക്ഷെ അതിന് മുന്നേ നടക്കേണ്ട ചില കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പാപമോചനം, യഥാർത്ഥ അനുതാപത്തോടുള്ള കുമ്പസാരം, സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാപബോധം ഇല്ല എന്നുള്ളതാണ്. ഇറ്റലിയിലെ മിലാനിലെ കർദിനാളായിരുന്ന മർത്തീനി ഒരിക്കൽ അദ്ദേഹം മെത്രാപ്പൊലീത്തയായിരുന്ന കാലത്ത് മിലാനിലെ യുവജനങ്ങൾക്കിടയിൽ ഒരു സർവേ നടത്തുകയുണ്ടായി. സർവേയിൽ അദ്ദേഹം യുവജനങ്ങളോട് ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പാപങ്ങളായിട്ട് കരുതുന്ന പാപങ്ങൾ നിങ്ങളൊന്ന് എഴുതുക. 2-3 പാപങ്ങൾ നിങ്ങളൊന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പാപങ്ങളായിട്ട് നിങ്ങൾ കരുതുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിട്ട് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ എഴുതാനായിട്ട് പറഞ്ഞു. സർവേയുടെ റിസൾട്ടൊക്കെ ക്രോഡീകരിച്ച് വന്നപ്പോൾ അവിടുത്തെ യുവജനങ്ങൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പാപമായിട്ട് കരുതിയ 2 കാര്യങ്ങൾ ഇതായിരുന്നു. 1, ഉറങ്ങിക്കിടക്കുന്ന ആളെ ചുമ്മാ ശല്യപ്പെടുത്തുക. 2, ഫ്ലാറ്റിൻ്റെയോ അല്ലെങ്കിൽ വീടിൻ്റെയോ ജനലയിലൂടെ വേസ്റ്റ് സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുക. ഇതായിരുന്നു ആ യുവജനങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ പാപമായിട്ട് കണ്ട 2 കാര്യങ്ങൾ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ അവസ്ഥയും ആ യുവജനങ്ങളുടെ അവസ്ഥയും എപ്രകാരമാണെന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ഇന്ന് നമുക്കൊക്കെ ഉള്ളൊരു അപകടമാണ്, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, പാപകരമായിട്ടുള്ള പല കാര്യങ്ങളും പാപമല്ല എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്കറിയാം, യേശുവിൻ്റെ അടുത്തേക്ക് പാപിനിയായ സ്ത്രീയെ കൊണ്ട് ഒത്തിരി പേര് അവരെ കല്ലെറിയാനായിട്ട് കൊണ്ടുവന്നു. അപ്പം ഈശോ അവരോട് പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. അപ്പം അവർ യേശുവിൻ്റെ അടുത്തേക്ക് ആ സ്ത്രീ കൊണ്ടുവന്നപ്പോൾ അവരൊക്കെ വിചാരിച്ചതാണ്, ഞങ്ങളാരും പാപികളല്ല, ഈ സ്ത്രീയാണ് വലിയ പാപം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈശോ അവർക്ക് പാപബോധം നൽകുകയാണ്. നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. പിന്നീട് നടന്ന കാര്യം നമുക്കറിയാം. അവരോരോരുത്തരായിട്ട്, മുതിർന്നവർ ഓരോരുത്തരായി തിരിച്ചുപോയി എന്നാണ് വചനം നമ്മോട് പറയുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഈശോ അവർക്ക് പാപബോധം നൽകുകയാണ്. ഈ പാപബോധം ഉണ്ടാവുക എന്നുള്ളത്, സ്നേഹമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുമ്പസാരങ്ങൾ എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള അനുതാപമുണ്ടോ? പാപബോധം നമുക്കുണ്ടോ? നമുക്കറിയാം, നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ 5ആണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്, അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും അച്ഛനൊന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 1, നമുക്കറിയാം, പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. 2, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. 3, മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്. 4, ചെയ്തു പോയ മാരകപാപങ്ങളെല്ലാം വൈദികനെ അറിയിക്കുന്നത്. 5, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. ഈ 5 കാര്യങ്ങളാണ് നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ. ആദ്യത്തെ 3 കാര്യങ്ങൾ
പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക. നമുക്കറിയാം, നമ്മൾ ദൈവകൽപ്പനകൾ, തിരുസഭയുടെ കൽപ്പനകൾ, മൂലപാപങ്ങൾ, കാരുണ്യപ്രവൃത്തികൾ, ഇതൊക്കെ വെച്ച് നമുക്ക് ആത്മശോധന നടത്താനായിട്ട് സാധിക്കും. പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുക. നമ്മൾ കുമ്പസാരത്തിലുള്ള ജപം ചൊല്ലുന്നു, മനസ്സാപ്രകരണം ചൊല്ലുന്നു, വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് കർത്താവിനോട് നമ്മൾ മാപ്പ് ചോദിക്കുക. മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക. നമുക്കറിയാം, നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. എങ്കിലും കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കുകയാണ്, ഞാൻ വീണ്ടും പാപം ചെയ്യുകയില്ല എന്നുള്ള കാര്യം. മനസ്സാപ്രകരണം ചെല്ലുമ്പോൾ നമ്മളത് വീണ്ടും അത് ഏറ്റുപറയുന്നുണ്ട്. മേലിൽ പാപം ചെയ്യുന്നതിടമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ് വീണു, പക്ഷേ ദൈവത്തിന് കൃപയുണ്ടെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട്, വിശുദ്ധരായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നാലാമത്തെ കാര്യം, ചെയ്തു പോയ മാരകപാപങ്ങൾ വൈദികനെ അറിയിക്കുന്നത്. 5, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. മാരകപാപങ്ങൾ വൈദികനെ അറിയിക്കുക. ചിലപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കുന്നു, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ നന്നായി പോകുന്ന അച്ഛാ, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവർ ഒത്തിരിയുണ്ട്. ഇത് തന്നെയാണ് പാപബോധത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത്. ഞങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ല അച്ഛാ, ഞാൻ ആരെയും കൊല്ലുന്നില്ല, ഞാൻ ആരുടെയും പൈസ കട്ടെടുക്കുന്നില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുന്നു ചോദിക്കുന്ന പലരെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ബോധ്യം അവർക്കില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പാപബോധമില്ലാത്തത് കൊണ്ടാണ് അപ്രകാരം അവർ സംസാരിക്കുക. പാപം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല പാപമായിട്ട് വരിക. നമ്മൾ മനസ്സാപ്രകരണം ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റു ചെല്ലുന്നുണ്ട്, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. ലത്തീൻ കുർബാനയിലെ വിശുദ്ധ കുർബാനയ്ക്ക് ആമുഖമായിട്ട് കുമ്പസാരത്തിനുള്ള ജപം ചെല്ലുമ്പോൾ അതിൽ ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും, in my thoughts, in my words, in what I have done and what I have failed to do. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല പാപം, ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ കൂടി ചിലപ്പോൾ പാപമായിട്ട് മാറും. ഉപേക്ഷ. ഉദാഹരണമായിട്ട്, ഒരു വൈദികൻ, ഒരു ഇടവക വികാരി, അച്ഛൻ്റെ ഇടവകയിലെ ജോലി ചെയ്യാതെ അച്ഛൻ ജീവിക്കുകയാണെങ്കിൽ അച്ഛൻ സിൻ ചെയ്യുകയാണ്. ഒമിഷൻ, സിൻ ബൈ ഒമിഷനാണ്. ഒരു മെത്രാൻ രൂപതയുള്ള ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കാതെ വന്നാൽ മെത്രാനോട് പാപം ചെയ്യുകയാണ്. ഒരു കുടുംബത്തിലെ അപ്പൻ, അമ്മ, മരുമകൻ, മരുമകൾ, ഒരു ടീച്ചർ, ബാങ്ക് ജോലിക്കാരി, whatever may be, നമ്മുടെ ഉത്തരവാദിത്തം എന്തുമാകട്ടെ, നമ്മെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കാതിരിക്കുമ്പോൾ അത് സിൻ ബൈ ഒമിഷനായിട്ട് മാറുകയാണ്. പക്ഷെ പലപ്പോഴും ഈ കാര്യങ്ങൾ പാപമായിട്ട് കരുതാനോ കുമ്പസാരത്തിൽ ഏറ്റുപറയാനൊന്നും പലപ്പോഴും നമുക്ക് തോന്നാറില്ല എന്നുള്ളത് അപകടകരമായ ഒരു വസ്തുതയാണ്. സിൻ ബൈ ഒമിഷൻ. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് അനുദപിക്കുമ്പോൾ സിൻ ബൈ ആക്ഷൻസ് മാത്രമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക. സിൻ ബൈ ഒമിഷൻ. നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ പേരൻസിനോടുള്ള നമ്മുടെ കടമകൾ, പ്രത്യേകിച്ച് പ്രായമായ മുതിർന്നവരോടുള്ള നമ്മുടെ കടമകൾ, ദൈവത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, ദൈവത്തോടുള്ള കടമകൾ നമ്മൾ എപ്രകാരം നിർവഹിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയോടുള്ള കടമകൾ ഞാൻ എപ്രകാരം നിർവഹിക്കുന്നു, എൻ്റെ മക്കളോടുള്ള കടമ, എൻ്റെ സഹോദരങ്ങളുടെ കടമ, എൻ്റെ രാജ്യത്തോട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, എൻ്റെ കൂട്ടുകാരോട് ഒക്കെ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ഇടവകയോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെറുതാകട്ടെ വലുതാകട്ടെ, ആ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, അതൊരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മകൻ, മരുമകൾ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, വൈദികൻ എന്ന നിലയിൽ, വാട്ടെവർ മേ ബി, എന്തുമാകട്ടെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിർവഹിക്കാതിരിക്കുമ്പോൾ അത് സിൻ ബൈ ഒമിഷൻ ആയി തീരുകയാണ്. 2, നമ്മൾ ചിന്തയിൽ പാപം ചെയ്യുന്നവരായിട്ട് മാറുന്നുണ്ട്. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു. നേരെ തിരിച്ചും പുരുഷനെ ആസക്തിയോടെ നോക്കുന്ന സ്ത്രീയും ഇതേ പാപം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ആക്ഷനിൽ പാപമില്ല, അവിടെ പാപം ചെയ്തിട്ടില്ല, ആക്ഷനില്ല, പ്രവൃത്തിയില്ല, പക്ഷെ അവിടെ ആറ്റിറ്റ്യൂഡിൽ പാപമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ കൊലപാതകിയാണ്.
സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന് കർത്താവ് പറയുമ്പോൾ അവിടെ പ്രവൃത്തിയിൽ കൊലപാതകം നടന്നിട്ടില്ല, പാപം നടന്നിട്ടില്ല. പക്ഷേ അവിടെ ചിന്തയിൽ, ആറ്റിറ്റ്യൂഡിൽ പാപം വരുന്നുണ്ട്. പ്രശ്നമുള്ളവരെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ കടന്നു വരുന്ന പാപങ്ങൾ. നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു? എൻ്റെ സ്വപ്നങ്ങൾ എന്തിനെക്കുറിച്ചാണ്? ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ, അത് മൊബൈലിലാകട്ടെ, ഇൻ്റർനെറ്റിലാകട്ടെ, വെറെവർ മേ ബി, എൻ്റെ കാഴ്ചകൾ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ വേണ്ട വിധത്തിൽ എനിക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നത് കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. നമുക്കൊന്ന് ചിന്തിക്കാം, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഒപ്പം നമ്മുടെ വാക്കുകൾ അതിനൊത്തിരി ശക്തിയുണ്ട്. ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ടാണ് ദൈവം ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. നമ്മുടെ വാക്കുകൾ കൺസ്ട്രക്റ്റീവാണോ ഡിസ്ട്രക്റ്റീവാണോ നമുക്ക് നോക്കാം. നമുക്ക് ആത്മശോധന ചെയ്യാം. നമുക്ക് ചിലപ്പോഴൊക്കെ വിമർശിക്കേണ്ടി വരും, തെറ്റുകൾ തിരുത്തേണ്ടതായിട്ട് വരും. അത് നമ്മുടെ കടമ കൂടിയാണ്. പക്ഷെ നമ്മുടെ ക്രിറ്റിസിസംസ് അത് എപ്പോഴും കൺസ്ട്രക്റ്റീവ് ആകാനായിട്ട് നമുക്ക് പരിശ്രമിക്കും. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ്, വിമർശനങ്ങൾ, അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പക്ഷെ നമ്മുടെ വിമർശനങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ അത് പാപമാണ്. നമ്മളതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. അപ്പം നമ്മുടെ വാക്കുകൾ എപ്രകാരമുള്ളതാണ്? നമുക്ക് യാക്കോബുസ്ലിയുടെ ലേഖനത്തിൽ യാക്കോബുസ്ലി നമ്മെ ഓർമ്മപ്പെടുന്നുണ്ടല്ലോ, നാവ് തീയാണ്. ചെറിയൊരു തീപ്പൊരി ഒരു വലിയ വനത്തെ വിഴുങ്ങി ചാമ്പലാക്കുന്നത് പോലെ നമ്മുടെ ഒരു വാക്കിനെ ഒരാളെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ വാക്കുകൾ എപ്രകാരമുള്ളതാണ് നമ്മൾ ചിന്തിക്കാം. ചീത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെക്കുറിച്ച് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക, പരദൂഷണം പറയുന്ന കാര്യം, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്ന സ്വഭാവം, ഇതൊക്കെ എനിക്കുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. അപ്പം ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ഉപേക്ഷയിൽ, ഈ 4 കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. അങ്ങനെ ആത്മശോധന ചെയ്ത് ആത്മാർത്ഥമായ അനുതാപത്തോടെ കുമ്പസാരിക്കുമ്പോൾ മാത്രമാണ് സ്നേഹമുള്ളവരെ നമ്മുടെ കുമ്പസാരം പൂർണ്ണമാകും. അപ്പോഴാണ് നമുക്ക് വലിയൊരു ഡെലിവറൻസ് കുമ്പസാരത്തിലൂടെ, പാപമോചനം, അതിലൂടെ നമുക്ക് വലിയൊരു ഡെലിവറൻസ് നമുക്ക് ലഭിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, മാരകപാപങ്ങളാണ് ഏറ്റുപറയാനായിട്ട് നമുക്ക് കടമയുള്ളത്. പക്ഷെ ലഘുപാപങ്ങൾ കൂടി പറയുന്നത് എപ്പോഴും നല്ലതാണ്. അതിൻ്റെ 2 കാരണങ്ങളും ഞാൻ മുമ്പ് പറഞ്ഞു. ഒന്ന്, കുമ്പസാരമെന്ന കൂദാശ പാപങ്ങളുടെ മോചനം മാത്രമല്ല, വീണ്ടും പാപം ചെയ്യാതിരിക്കുള്ള കൃപ കൂടി തരുന്ന ഒരു കൂദാശയാണ്. അപ്പോൾ ലഘുപാപങ്ങൾ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറയുന്നത് നല്ലതാണ്. 2, പരിശുദ്ധാത്മാവ് നമ്മിൽ ഉജ്ജ്വലിക്കപ്പെടണമെങ്കിൽ ഈ അനുതാപം നമുക്ക് ആവശ്യമാണ്. കൃപയിൽ വളരണമെങ്കിൽ ലഘുപാപങ്ങൾ കൂടി നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ടതായിട്ട് ഉണ്ട്. ഇനി നല്ല കുമ്പസാരത്തിന് വേണ്ട 5ാമത്തെ കാര്യം, അത് നമുക്കറിയാം, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. നമുക്കറിയാം, സാധാരണ രീതിയിൽ ഒരു കുമ്പസാരം കഴിയുമ്പോൾ അച്ഛൻ ചിലപ്പോൾ പറയും, പ്രായശ്ചിത്തമായിട്ട് 2 സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലു, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയും, ഇനി ബൈബിൾ വായിക്കാനായിട്ട് പറയും. പല തരത്തിൽ പാപങ്ങളുടെ കാഠിന്യം ഒക്കെ അനുസരിച്ചായിരിക്കും പ്രായശ്ചിത്തം നമുക്ക് വൈദികൻ കൽപ്പിക്കുക. ആ പ്രായശ്ചിത്തം മാത്രം നാം നിറവേറ്റിയാൽ മതിയോ? വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം പൂർണ്ണമായിട്ട് നമ്മൾ നിറവേറ്റണം. പാപങ്ങളുടെ മോചനം അതിലൂടെ ലഭിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ നമ്മുടെ കടമ, സ്നേഹമുള്ളവരെ, അവിടെ കഴിയുന്നില്ല. ഈ പ്രായശ്ചിത്ത പ്രവൃത്തി അല്ലെങ്കിൽ ഈ പരിഹാര പ്രവൃത്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം തുടരണം. ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും കൃത്യമായിട്ട് പറയുകയാണ്. പാപങ്ങളുടെ മോചനം അവിടെ ലഭിച്ചു കഴിഞ്ഞു, അതിൽ യാതൊരു സംശയവും ഇല്ല. കുമ്പസാരമെന്ന കൂദാശ, നമ്മൾ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ, ആത്മാർത്ഥമായിട്ട് ഏറ്റുപറയുമ്പോൾ ദൈവം പൂർണ്ണമായിട്ട് ആ പാപം ക്ഷമിച്ചു കഴിഞ്ഞു. അപ്പോൾ പലർക്കും തോന്നുന്ന ഒരു സംശയമാണ്, ചിലപ്പോൾ ഞാൻ ഈ പാപത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്തു പോകുന്നു, അപ്പം ഞാൻ ഈ പാപം വീണ്ടും വീണ്ടും ഏറ്റുപറയണമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛാ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ?
ആത്മാർത്ഥമായ അനുതാപത്തോടെ നമ്മൾ കുമ്പസാരിച്ചൊരു പാപം വീണ്ടും കുമ്പസാരിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. കാരണം കർത്താവ് അത് പൂർണ്ണമായിട്ട് മോചിച്ച് കഴിഞ്ഞു. പിന്നെ ചിലപ്പോഴൊക്കെ ധ്യാനാവസരങ്ങളിലോ അല്ലെങ്കിൽ വാർഷിക കുമ്പസാരത്തിലെയൊക്കെ അല്ലെങ്കിൽ ആന്തരിക ഹീലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇന്നർ ഹീലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ധ്യാനകേന്ദ്രങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനെ കുമ്പസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഓർമ്മകൾ വരുമ്പോൾ സ്നേഹമുള്ളവരെ നാം എന്താണ് ചെയ്യേണ്ടത്? ഓർമ്മകൾ വരുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. മനസ്സിൽ നമ്മൾ ഈശോയുടെ മാപ്പ് ചോദിക്കും. കാരണം നമ്മൾ ഓൾറെഡി കുമ്പസാരത്തിൽ പറഞ്ഞതാണ്, ആ പാപത്തിന് മോചനം കിട്ടിക്കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഈശോയോട് പറയും, ഈശോയെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ആ ചിന്തകളെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇനി ഒരു വ്യക്തിയോ ഒരു സംഭവമൊക്കെയാണ് പാപത്തിന് കാരണം, അതാണ് നമ്മൾ ഓർക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ആ സംഭവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം, കുമ്പസാരം എന്ന കൂദാശ എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ച് മറക്കാൻ കൃപ നൽകുന്ന കൂദാശയല്ല. നമ്മൾ മരിക്കുന്നത് വരെ, നമ്മുടെ ബ്രെയിൻ ഡെത്ത് ആവുന്നത് വരെ നമ്മുടെ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമ്മൾ ഓർക്കും. അതുകൊണ്ട് പാപങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കും. ഓർക്കുമ്പോൾ വീണ്ടും പോയി ഞാൻ അതേറ്റ് പറയേണ്ട ആവശ്യമില്ല. ആ സംഭവത്തിൽ മനസ്സിൽ കർത്താവിനോട് വീണ്ടും നമ്മൾ മാപ്പ് ചോദിക്കുക. വ്യക്തികളോ സമൂഹങ്ങളൊക്കെ ആണെങ്കിൽ ആ വ്യക്തിക്കോ സംഭവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അഞ്ചാമത്തെ കാര്യമാണ് പരിഹാരം ചെയ്യേണ്ട കാര്യം. വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നമ്മളത് നിറവേറ്റണം. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രായശ്ചിത്ത പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കുമ്പസാരം അവിടെ കഴിഞ്ഞു. പക്ഷെ കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപമോചനമാണ് ഈ പരിഹാര കർമ്മം. നമ്മുടെ ജീവിതത്തിൽ അത് തുടരേണ്ടിയിരിക്കുന്നു. പാപം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം കാരുണ്യവാനായതുകൊണ്ട് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ട് കഴിഞ്ഞു. നോ ഡൗട്ട് അറ്റ് ഓൾ, യാതൊരു സംശയവും ഇല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പരിഹാരം അത് വിശുദ്ധ അർപ്പണങ്ങളാകാം, ചെറിയ ത്യാഗപ്രവൃത്തികളാകാം, ദാനധർമ്മങ്ങളാകാം, ദശാംശം കൊടുക്കലാകാം, ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കലാകാം. അങ്ങനെ വരുമ്പോഴാണ് പാപത്തിൻ്റെ കടങ്ങൾ കൂടി പരിഹരിക്കപ്പെടുക. പാപങ്ങളുടെ മോചനവും കടങ്ങളുടെ പരിഹാരവും രണ്ടാണ്. കുമ്പസാരത്തിലൂടെ പാപങ്ങൾക്ക് നമുക്ക് മോചനം ലഭിക്കുന്നു. കടങ്ങളുടെ മോചനത്തിന് പരിഹാര ശുശ്രൂഷ നമ്മൾ തുടരണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിൽ ഓരോ നിമിഷം വളരാനായിട്ട് നമുക്ക് സാധിക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾ പെന്തക്കോസ്ത് തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ ജ്വലിക്കപ്പെടണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഉജ്ജ്വലം നമ്മൾ നടക്കണമെങ്കിൽ സ്നേഹമുള്ളവരെ, പാപബോധം, അനുതാപം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. പാപമോചനം നമുക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാനുള്ള മാർഗം കൂദാശകൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാനയുമാണ്. പാപങ്ങൾ ആത്മാർത്ഥമായിട്ട് അനുതപിച്ച് വിചാരം വഴി, വാക്ക് വഴി, പ്രവൃത്തി വഴി, ഉപേക്ഷ കൂടി വഴി വരുന്ന പാപങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏറ്റുപറഞ്ഞ് നമുക്ക് കുമ്പസാരിക്കാം. കുമ്പസാരത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. കടങ്ങളുടെ മോചനത്തിനായിട്ട്, പരിഹാരത്തിനായിട്ട് നമ്മുടെ പരിഹാര ശുശ്രൂഷകൾ, പരിഹാര പ്രാർത്ഥനകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ തുടരേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടുക. നല്ലവനായ ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 1:8 നമുക്ക് ഓർക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഉജ്ജ്വലനം നമ്മൾ വീണ്ടും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.